നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഇറങ്ങേണ്ട സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു മൂവിയാന്ന് എനിക്ക് തോന്നിയത്. മെയിൽ ഈഗോ മാത്രമല്ല, പ്രൊഫഷണലി ഉണ്ടാവുന്ന ഈഗോസും ക്ലാഷസും പോലീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് കോൺഫ്ലിക്ട്സും ഒക്കെ നന്നായിട്ട് കാണിക്കാൻ സാധിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഓടും ഈ സിനിമ, നന്നായിട്ട് ഓടും. രണ്ടും ഒരേ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഉറപ്പിക്കാം. ഹിറ്റ് മൂവി ആയിരിക്കും ഉറപ്പായിട്ടും. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. ഒരാളെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായി അഭിനയിച്ചു. പടം അതെ 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 അതെ. നമ്മള് ഇങ്ങനെ ഭയങ്കര ഒരു സസ്പെൻസാ. നമ്മള് പ്രതീക്ഷിച്ച ആളല്ല. ഞാനൊരു വിശന്നിട്ട് പോലും പുറത്തിറങ്ങിയിട്ടില്ല. അതാണ് അവസ്ഥ. നല്ല മൂവി, ഒരു രക്ഷയില്ല. ആസിഫ് അലിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഈഗോ രണ്ടുപേർക്കും ഞാൻ കണ്ടിട്ടില്ല. അവര് നമ്മുടെ ലൈഫിൽ ഇപ്പോ സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ സംസാരിച്ചാൽ തീരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ കൂടുതൽ ശരിക്കും നമ്മുടെ അടുത്തേക്കുന്ന സുഹൃത്തുക്കളല്ല, നമ്മുടെ കൂടെ എപ്പോഴും കാണുന്ന സുഹൃത്തുക്കളായിരിക്കില്ല നമുക്ക് ഉപകാരപ്പെടുക. അതെന്തായാലും ഉറപ്പ് തന്നെ. നമ്മൾ ശത്രു എന്ന് കാണുന്ന ആളായിരിക്കും ചിലപ്പോ നമുക്ക് ഏറ്റവും അടുത്ത് ഉപകാരപ്പെടാൻ. ലൈഫ് അടിപൊളിയായിട്ട് ഒരു എന്താ പറയാ, മാസ് ക്രൈം ത്രില്ലർ സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടാളും കട്ടക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ അല്ലല്ല, ആ ഒരു രീതിയിലുള്ള പടമല്ല. കാരണം ജോണർ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ക്രൈം ത്രില്ലറാണ്. നല്ല എൻഗേജിംഗ് ആണ്. ലൈക്ക് തിയേറ്ററിൽ കാണുന്നത് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള. അതെ, ഒരു ക്യൂരിയോസിറ്റി നല്ല ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തൊരു പോകുന്നുണ്ടായിരുന്നു സിനിമ. ലാസ്റ്റ് വരെ ആ ഒരു അടിപൊളി സിനിമയായിരുന്നു. പക്കാ ത്രില്ലറാണ്. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ 10 out of 10 എക്സ്പീരിയൻസ് ആണ്. അല്ല, അടിപൊളി സിനിമയാണ്. നമ്മള് ലൈക്ക് അടുത്ത എന്താണ് നോക്കിയിരിക്കും. അടിപൊളിയാണ്. രണ്ടുപേരുടെയും, ആസിഫ് അലിയുടെ ആയാലും ബിജുമേനന്റെ ആയാലും അടിപൊളിയായിരുന്നു. ഒന്നും പറയാൻ. പടം നല്ല പടമല്ലേ, നല്ല അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് തരണം. മഴയാണ്, ആൾക്കാരൊക്കെ എന്താണ് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ ചിലപ്പോൾ മടിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഒരു നല്ല പടം അതിന്റെ പേരിൽ ഇല്ലാതായി പോകരുത്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടം തന്നെയാണ് അല്ലേ. ആസിഫിന്റെ ബിജുവിന്റെയും വളരെ എന്താ പറയുക, വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരാഭിനയം തന്നെ ഉള്ളൊരു സിനിമയാണ്. ജിസ്മോന്റെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കും എല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയൊരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. അതൊക്കെ ഉണ്ടാവുന്നേ. നല്ലവൻ എന്ന് പറഞ്ഞ പടം അടിപൊളി പടമാണ്. ഏതായാലും ജിസ്റ്റോയുടെ നല്ലൊരു ഡയറക്ഷൻ. കാരണം നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുന്ന ഒരു കുറ്റാന്വേഷണമാണ്. കുറ്റാന്വേഷണം എന്ന് പറഞ്ഞ ഒരു കൊലപാതക കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ വന്നിട്ട് ആ പോലീസുകാരൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികൾ നോക്കുമ്പോൾ ഇത് കഥകൾ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. നമുക്ക് പ്രേക്ഷകർക്ക് അത് നമുക്ക് സീനിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കണ്ണ് മാറാതെ നമുക്ക്, കാരണം ഓരോ സീനും മാറിക്കഴിഞ്ഞാൽ പിന്നെ പടം കാണാൻ നമുക്ക് വേണേൽ പറയാം. ഇത് ജിസ്റ്റോയ് പടം നമ്മൾ പറയില്ല, കാരണം ജിസ്റ്റോയ് പടത്തിൽ നമുക്ക് എപ്പോഴും ഒരു നന്മ എലമെന്റ് ഉണ്ടാവില്ല. ഇത് പക്ഷെ പക്ക കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ മൂവിയാണ്. കൂമന് ശേഷം നല്ലൊരു പക്ക പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആസിഫ് അലിയുടെ നമുക്ക് പറയാം. ഏതാ ബിജുമേനന്റെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് തുണ്ടിറക്കിയത് അതും ഒരു പോലീസ് മൂവി ആയിരുന്നു, പക്ഷെ അതൊരു കോമഡി ട്രാക്ക് ആയിരുന്നു. ഇതൊരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. കൊള്ളാം, എല്ലാവരും നല്ലോണം അഭിനയിച്ചു. ആസിഫ് അലി ബിജുമേന ഒപ്പത്തിനൊപ്പമായിരുന്നു. എല്ലാം പൊളിയാണ്.